ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് നമ്മുടെ വീഡിയോയുടെ പാർട്ട് 2 ആണ്. സോ ഞാൻ എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ് അകത്തോട്ട് നടക്കുകയാണ്. ഒരു 10 മിനിറ്റ് ആയിട്ട് ഗേറ്റിലോട്ട് നടക്കുന്നത്. അയ്യോ, ഫസ്റ്റ് ടൈമാണ് ഇൻ്റർനാഷണൽ പോകുന്നത്. എല്ലാം പെട്ടെന്നായിരുന്നു, പ്രോസസ്സൊക്കെ എല്ലാം വേഗം നടന്നു. ഇനി ഞാൻ ഗേറ്റിൻ്റെ അവിടെ പോയി ഞാൻ ചിലപ്പോൾ സംസാരിക്കില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് വന്നതാണ്. പക്ഷേ എനിക്കിനി ബോർഡിങ് ടൈം എന്ന് പറയാൻ കുറേ സമയമുണ്ട് കേട്ടോ ബാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ച് വല്ലതും കഴിക്കാമെന്ന്. സാധാ നമ്മുടെ അവിടുത്തെ കടയിൽ കിട്ടുന്ന ബ്രൗണിക്ക് ഇവിടെ റേറ്റ് വരുന്നത് 270 രൂപ. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഒരു 2 hours എന്തോ 2 or 3 hours ഇവിടെ ആയിരിക്കുന്നത്. ഇതിനേലും ഏറ്റവും വലിയ വെയിറ്റിംഗ് ആണ് മറ്റേ നമ്മുടെ അബുദാബിയിൽ ചെല്ലുമ്പോൾ. അവിടെ എനിക്ക് 2 hours ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് ഫ്ലൈറ്റ്. 2:05 ആണ്. അവിടെ ആരും വന്നിട്ടില്ല. ഇവിടെയാണ് ഞാൻ കുറേ നേരം അങ്ങോട്ടടക്കുക ഇങ്ങോട്ടടക്കുക. അവിടെ ഫുള്ളും ഇങ്ങനെ പുറത്തൊക്കെ നടക്കണം. ഫോണിനാണെങ്കിൽ ചാർജും ഇല്ല. ഫോൺ അവിടെയൊക്കെ കുത്തിയിടുക എന്നൊക്കെ തന്നെ. അങ്ങനെ ഒരു 4-5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഗ്രൂപ്പിനെയൊക്കെ വിളിച്ചു തുടങ്ങിയായിരുന്നു. ഞാൻ ഗ്രൂപ്പ് 5 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ അബുദാബിയിലോട്ട് പോവാണ്. ഫസ്റ്റ് അബുദാബി, ദെൻ അവിടെ ഒരു 2 hours ലേ ഓവർ, ദെൻ നമ്മുടെ സ്ഥലത്തോട്ട് പോവുക. അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഈ 2 hours ലേ ഓവർ പെട്ടെന്ന് തീരുമായിരുന്നു. ഈ സെക്യൂരിറ്റി ചെക്കൊക്കെ കാരണം പെട്ടെന്നാണ് സമയം തീർന്നത്. അങ്ങനത്തെ അബുദാബിയിലേക്കുള്ള ഫ്ലൈറ്റിലിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. ജനലിൽ കൂടി നോക്കുമ്പോൾ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ നമ്മുടെ നാട് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമുക്ക് ഫുഡ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ നോൺ വെജാണ് പറഞ്ഞത്. ബോൺലെസ് ചിക്കൻ കറിയും പിന്നെ റൈസും പിന്നെ അച്ചിങ്ങ മെഴുക്കുപുരട്ടിയില്ലേ അതും ഉണ്ടായിരുന്നു. സൈഡ് ഡിഷസ് ഉണ്ടായിരുന്നു കുറേ. അത് 4 മണിക്കൂർ ശേഷം അബുദാബി എയർപോർട്ട് എത്തി. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി. എൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നതിന് ഇനി ഗേറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നേട്ടാ. ഇതിനൊരു അന്ത്യമില്ല ഗൈസ്, കുറേ നടക്കുന്നു. അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറാൻ പോലെയാണ് ഗൈസ്. ഇനി ഫ്ലൈറ്റിലിരിക്കാനുള്ളത് 14 മണിക്കൂറാണ്. നേരത്തെ 4 മണിക്കൂർ ഇരുന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ 14 മണിക്കൂർ ഇരിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി ടോട്ടൽ ഒരു 25 hours ഫ്ലൈറ്റാണ് എൻ്റെ ഇന്നത്തെ ഫ്ലൈറ്റ് ജേണി എന്ന് പറയാൻ. അങ്ങനെ ഞങ്ങൾ അവിടെയാണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. ഇനി നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഉറക്കം എണീറ്റാണ്. അപ്പോൾ ഫുഡൊക്കെ കറക്റ്റായിട്ട് അവർ കൊണ്ടുവന്ന് തന്നിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ 14 മണിക്കൂർ ഇരുന്നിരുന്ന് മടുത്ത് ശരിക്കും വെറുത്തു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ സമയം നോക്കുമ്പോഴത്തേക്കും അനങ്ങണേയില്ല, പയ്യാണ് സമയം മൂവ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ കുറേ പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ഇമിഗ്രേഷനും കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ വിളിക്കാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, എന്നെ മഹിയും മഹിയുടെ ഫ്രണ്ട്സ് അമൃത് ജെഫി എല്ലാവരും കൂടി എന്നെ പിക്ക് ചെയ്യാൻ വന്നു. ഇതിനിടയിൽ കുറേ സംഭവങ്ങളുണ്ടായി. എനിക്കാണെങ്കിൽ മഹീനെ വിളിക്കാനാകെ പറ്റുന്നത് എയർപോർട്ടിലെ വൈഫൈ വെച്ചായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വൈഫൈ ഡിസ്കണക്റ്റ് ആയി പോയി. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഭാഗത്തിന് എയർപോർട്ടിലെ വൈഫൈ കണക്റ്റായി. അങ്ങനെ വിളിച്ചപ്പോഴാണ് ലാസ്റ്റ് കിട്ടിയത്. അത്ര നേരം ഞാനവിടെ പോസ്റ്റ് ആയിട്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വരുന്ന ഡെസ്റ്റിനേഷൻ മീൻസ് കാനഡ തന്നെ കേട്ടോ. അതൊന്നല്ല, മഹിയെ പിക്ക് ചെയ്യാൻ വന്നതിന് എനിക്ക് നേരെ വീട്ടിലേക്ക് പോകണം. റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്ക്. അപ്പോൾ ആ റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷ് ആവണം. എനിക്ക് കുറേ സാധനങ്ങളൊക്കെ അങ്ങോട്ട് വെക്കണം. അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, സീ യു. ഇനി മഹിയായിട്ടുള്ള കുറേ വീഡിയോസ് ഇടാം.